നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരങ്ങൾ വേണ്ട, ചിലപ്പോൾ ഒരു ചെറിയ ചിന്ത മതി. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരു രാജാവിന് എല്ലാ വൈകുന്നേരവും ജയിലുകൾ സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെ രാജാവ് കണ്ടു. വിഷണ്ണനായി നിൽക്കുന്ന അയാളോട് രാജാവ് പറഞ്ഞു, നിനക്ക് ഞാനൊരു അവസരം തരാം. ഈ തടവറയിൽ കാവൽക്കാരില്ലാത്ത ഒരു രക്ഷാമാർഗമുണ്ട്. അത് കണ്ടെത്തി രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. ചെങ്ങലകൾ അഴിച്ചുമാറ്റി രാജാവും ജയിൽ അധികാരിയും മടങ്ങി. ജീവൻ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തടവുകാരൻ രക്ഷാമാർഗം തേടാൻ തുടങ്ങി. മുകളിലെ ഇരുമ്പ് ജാലകം പരിശോധിച്ചു. അത് അസാധ്യമായിരുന്നു. പിന്നീട് നിലത്ത് ഒരു പഴയ പരവതാനിക്കിടയിൽ ഒരു രഹസ്യ വഴി കണ്ടെത്തി. അതുവഴി താഴേക്കിറങ്ങി, വീണ്ടും കയറി, ഇരുണ്ട നിലവറകൾ കടന്ന് അവസാനം ഒരു കോട്ടയ്ക്കുള്ളിലെത്തി. കോട്ടയ്ക്ക് പുറത്തേക്ക് ഒഴുകുന്ന ആഴമുള്ള നദി, അവിടെ ഒരു ചെറിയ ഇരുമ്പ് കവാടം. ഇതാണ് രക്ഷാമാർഗം. അയാൾ മുഴുവൻ രാത്രിയും ആ കവാടം തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് തുറന്നില്ല. നിരാശനായി അയാൾ തിരിച്ചെത്തി, തടവറയിൽ കയറി. രാവിലെ രാജാവ് എത്തി. തടവുകാരൻ ദേഷ്യത്തോടെ പറഞ്ഞു, അങ്ങനെ വഞ്ചിച്ചു. രക്ഷാമാർഗം ഉണ്ടായിരുന്നു, പക്ഷേ അത് തുറക്കാനാകാത്തതായിരുന്നു. രാജാവ് ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അന്വേഷിച്ച രക്ഷാമാർഗം അവിടെയല്ലായിരുന്നു. നിന്റെ മുന്നിലുണ്ടായിരുന്ന ഈ തടവറ വാതിൽ തന്നെയായിരുന്നു അത്. കാരണം ഇന്നലെ ഞാനത് പൂട്ടിയിരുന്നില്ല. തടവുകാരൻ സ്തബ്ധനായി. രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുന്നിലുണ്ടായിരുന്നു, പക്ഷേ അത് ഒരിക്കൽ പോലും പരിശോധിക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. പലപ്പോഴും പരിഹാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ തിരയുന്നത് സങ്കീർണമായ വഴികളും പ്രയാസമുള്ള ഉത്തരങ്ങളുമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൂരെയല്ല. ചിലപ്പോൾ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ കാണാൻ നമ്മൾ മറക്കുന്നു. ചിലപ്പോഴൊക്കെ ലളിതമായും നമുക്ക് ചിന്തിക്കാം, കാരണം ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന അവസരം നമ്മുടെ മുന്നിൽ തന്നെയായിരിക്കും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ.